ഹലോ ചങ്ങായിമാരെ, അമീറാണ് ഡൽഹി അങ്ങാടിയിൽ നിന്ന്. ഡൽഹി അങ്ങാടിയിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ചെറിയ ലോ ബഡ്ജറ്റ് ഉള്ള വണ്ടികളായിട്ട് വന്നത്. എപ്പോഴും നമ്മൾ ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റയ്ക്കാണ് വന്നത്. ഇപ്പൊ നമ്മൾ ലോ ബഡ്ജറ്റുള്ള നല്ല സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ വിലയിലുള്ള വണ്ടികളുടെ രണ്ട് വിശേഷങ്ങൾ പറയാനാണ്. അത് മാത്രമല്ല, ഞാനൊരു 10-15 ദിവസം ഡൽഹിയിൽ, UP, ഹരിയാന ഒക്കെ ആയിട്ടുണ്ടാവും. ഇവിടുന്ന് നമുക്ക് നല്ല ലോ ബഡ്ജറ്റ് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപയിൽ നല്ല ക്ലീൻ വണ്ടികൾ, അത്യാവശ്യം സെക്കൻഡ് ഓണർഷിപ്പ്, ഒരു 1-1.5 കോടി വണ്ടികൾ നമുക്ക് കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. എക്കോ സ്പോർട്ട്, മാരുതിയുടെ വണ്ടികൾ, അതുപോലെ ടൊയോട്ട വണ്ടികൾ, അങ്ങനെ എല്ലാ വണ്ടികളും നമുക്ക് കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. അതിലുപരി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഫോർച്യൂണർ, ക്രിസ്റ്റ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല വണ്ടികൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഡൽഹി വിലയിൽ ചെറിയൊരു കമ്മീഷൻ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പൊ എന്റെ കയ്യിൽ 2 വണ്ടികളാണ് നിലവിലുള്ളത്. 2 വണ്ടിയിൽ ഒന്ന് 2013 ഇത്തിയോസ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്. രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ എക്കോർഡാണ്, അത് 2011 ആണ്. ഒന്ന് പെട്രോളും ഒന്ന് ഡീസലും ആണ്. ഒന്ന് നമ്മള് ലക്ഷറി വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന BMW ഒക്കെ പോലത്തേനോട് കടപിടിക്കുന്ന ലോ ബഡ്ജറ്റിലുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പെട്രോൾ വണ്ടിയായ ഹോണ്ടയുടെ എക്കോർഡാണ്. രണ്ടാമത്തെ വണ്ടി എന്റെ ബാക്കിൽ കാണുന്ന ഇത്തിയോസ് ലിവയാണ്. ഇതിന് രണ്ടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പറഞ്ഞ 2013 ഇത്തിയോസ് ലിവ ഡീസലില് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടി. അതിലുപരി എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ലോ ബഡ്ജറ്റ് ആണെന്നുള്ളതാണ്. ഒരു 2 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ, 2-2.10 റേഞ്ചിലൊക്കെ ഈ വണ്ടി നമുക്ക് ഇവിടെ മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ചെറിയ ഒരു 10-15 രൂപയുടെ പണി നാട്ടിൽ വന്നുണ്ട്. അത് ടച്ചിങ്, പോളിഷിങ്, ഫ്ലാപ്പ് വെക്കലൊക്കെയാണ്. ബാക്കിയുള്ള എല്ലാതും ഇന്റീരിയറിലായാലും ഒക്കെ നല്ല അടിച്ചാപ്പുലാണ്. വണ്ടി ഓടിക്കാനാണെങ്കിൽ നല്ല സുഖമുള്ള വണ്ടിയാണ്. മെക്കാനിക് പരമായിട്ട് ഓക്കെയാണ്. ചെറിയ പെയിന്റിങ്, ടച്ചിങ് വർക്കിങ്, ഒരു ഇന്റീരിയർ ക്ലീനിങ് മാത്രമേ ഇതിൽ ബാലൻസ് ഉള്ളൂ. ഇത് ഇതേപോലെ ഒരു ഹിന്ദിക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമുക്കൊരു 2 ലക്ഷം രൂപ, 2.10 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം പാർട്ടി അത് തരാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ളവരും എക്കോഡ് ആവശ്യമുള്ളവരും നമ്മൾ നേരിട്ടിട്ട് വിളിക്കുക. ഈ 2 വണ്ടിക്കും നമ്മൾ അത്യാവശ്യം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. കാരണം ഈ 2 വണ്ടി ഞാനിപ്പോൾ UP വന്നതിന് ശേഷം 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കണ്ടിട്ടുമുണ്ട് വണ്ടി. ഇതൊക്കെ കസ്റ്റമറുടെ കയ്യിലുള്ളതാണ്. എക്കോഡാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡലാണ് സൺറൂഫ് ഉള്ളത്. ഇറ്റിയോസ് നോർമൽ ഒരു മോഡലാണ്, നമ്മളത് സ്വിഫ്റ്റ് VDA ഒക്കെ പോലത്തെ. അപ്പോൾ ഈ 2 വണ്ടി ലോ ബഡ്ജറ്റാണ്. 1.5-2 ലക്ഷം രൂപ ആ റേഞ്ചിൽ കിട്ടുന്ന വണ്ടികളാണ്. ആവശ്യമുള്ളവർ വിളിക്കാം. ഇതാണ് 2011 എക്കോഡ്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. വണ്ടി നമ്മളെ കസ്റ്റമറുടെ കയ്യിലാണുള്ളത്. വണ്ടി കഴുകിയിട്ടൊന്നുമില്ല, അധികം ഓടിയിട്ടില്ല. 1 ലക്ഷം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ വണ്ടി നമുക്ക് നല്ലൊരു പ്രൈസിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ചുറ്റുഭാഗമായാലും ഇതിന് ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ ആ ഒരു എമൗണ്ടിന് കിട്ടുന്ന ലോ ബഡ്ജറ്റ് വണ്ടി ആയതുകൊണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സൺറൂഫ് ഉണ്ട് എന്നുള്ളതാണ്. സൺറൂഫോട് കൂടിയിട്ട് ഏറ്റവും പുതിയ ഓപ്ഷനാണ് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. ഈ എക്കോഡിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ അത്യാവശ്യം യാത്രകൾ ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് ഡൽഹിയിലൊക്കെ നമുക്ക് പോകാൻ പെട്രോൾ വണ്ടി ആയ കാരണം പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ വരുമ്പോൾ മാത്രമേ ഇത് ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി പുതിയതായി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ അമീർ ഭായി.